ഹലോ, വെൽക്കം ടു സിൻഡ ബോട്ടി. ഇതേ കണ്ട അടുത്തത് മുതലൊരു സെറ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതേ നല്ലൊരു ബ്രിക്ക് റെഡാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇത് ഒരു സെമി ക്രേപ്പ് കേട്ടോ, പ്യുവർ ക്രേപ്പ് അല്ല, സെമി ക്രേപ്പിൽ കണ്ടത് തുണിയുടെ ഇത് ഗ്ലേസിങ് കണ്ടോ, ഒരു ആ ക്രേപ്പിൻ്റെ ഒക്കെ ഒരു ഗ്ലേസിങ് ആയിട്ട് അങ്ങനത്തെ ഒരു തുണിയാണ്. അതിൽ ഫുള്ള് വന്നിരിക്കുന്നത് മിഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതേ താഴത്തെ ഭാഗത്ത് ഇത് ഫുള്ള് ഡോട്ടാണ്, ഇത് ഫുള്ള് ത്രെഡാണ് കേട്ടോ, ജെറിയല്ല ത്രെഡ് വർക്കാണ്. നമ്മളൊരു നല്ലൊരു ഓഫ് വൈറ്റ് ത്രെഡാണ് കേട്ടോ. ഇതേ നിങ്ങൾക്ക് ഷെയ്ഡ് കാണാതെ ഓഫ് വൈറ്റ് ത്രെഡിൽ ഫുള്ള് വന്നിട്ട് താഴത്തെ പോർഷനിലാണ് ആ വർക്ക് ഇങ്ങനെ മേലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. ഫുൾ മിഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ബോട്ടം പീസും സെയിം ഇതേ തുണിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. 2.5 മീറ്ററാണ് ടോപ്പ്, 2.5 മീറ്ററാണ് ബോട്ടം. അതായത് ബോട്ടം സെയിം തുണിയാണ്. ഇനി പ്ലെയിൻ ആയിട്ട് ടോപ്പ് അടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം എടുത്ത് അടിച്ചാലും മതി കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 2.5 മീറ്ററാണ് ടോപ്പും ബോട്ടം വരുന്നത് കേട്ടോ. അതെ, ഇത് ഞാൻ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ല, ടോപ്പ് ലെങ്ത് വരുന്നതുണ്ടോ. അതെ, താഴത്തെ ഭാഗം ആ ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് കാണാൻ വേണ്ടി കണ്ടോ ഇങ്ങനെ വരും. ഇത്തരം ഭാഗം ഞാൻ മടക്കി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. എൻ്റെ ലെങ്ത്തിന് അത് കൂടുതലാണ്, അതുകൊണ്ടാണ്. അതെ കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കും കേട്ടോ. നല്ലൊരു ബ്രിക്ക് റെഡാണ് കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അതെ, ഈ ദുപ്പട്ട പ്യുവർ ക്രേപ്പാണ് കേട്ടോ. അതെ, പ്യുവർ ക്രേപ്പിൽ വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് പ്യുവർ ക്രേപ്പിൽ. ഇത് ആ സെയിം എഡ്ജിലുള്ള വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഫുൾ ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ലെങ്ത്ത് 2.25 കേട്ടോ. അതായത് 2.5 മീറ്റർ ഇല്ല, ഒരു 2.25 അടുത്ത് വരുന്ന ലെങ്ത്തേ ദുപ്പട്ടയ്ക്കുള്ളൂ കേട്ടോ. ഇതേ കണ്ടില്ലേ, എന്നാലും അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ക്രേപ്പിൽ പെട്ട ദുപ്പട്ടയാണ്. അല്ലേ കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് 1700 കേട്ടോ. അതായത് 1700 ആണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു സെമി ക്രേപ്പിൽ വരുന്നതാണ് മെറ്റീരിയൽ. ദുപ്പട്ട പ്യുവർ ക്രേപ്പാണ്. നല്ലൊരു സെറ്റാണ് കേട്ടോ. ടോപ്പ് നമ്മളിങ്ങനെ അടിക്കുമ്പോഴേ ഇങ്ങനെ ഒട്ടിക്കിടക്കണ അത്രയും വരില്ല, എന്നാൽ ഒതുങ്ങിയും കിടക്കും കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ, അതായത് സെമി ക്രേപ്പിൽ പെട്ടതാണ്. ക്രേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിക്കെടുക്കാൻ, അതായത് സെമി ക്രേപ്പ് പെട്ടതാണ്. നല്ലൊരു സ്റ്റഫാണ് കേട്ടോ. നമുക്കത് കൈ കിട്ടുമ്പോഴല്ലോ. അതുപോലെ ബ്രിക്ക് റെഡാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. എല്ലാവർക്കും നന്നായി മാച്ച് ചെയ്യുന്നതാണ്. വർക്ക് വരുന്നത് മിഷൻ എംബ്രോയിഡറി ആണ് കേട്ടോ. അപ്പോൾ സെറ്റിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. ഞങ്ങളുടെ ഷോപ്പ് നിൽക്കുന്നത് വരാപ്പുഴ മാർക്കറ്റ് റോഡുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ട് സൈഡിൽ അപ്സ്റ്റെയറിൽ ഞങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വരിക, ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ചുരിദാറിൻ്റെ മെറ്റീരിയലിനൊക്കെ വലിയ വ്യത്യാസമൊന്നും ഷെയ്ഡിൽ വരില്ല. പക്ഷെ സാരികളുടെ കളക്ഷനിൽ നമുക്ക് ഒത്തിരി സിൽക്ക് മിക്സ് വരുന്നത് കൊണ്ടേ ഷെയ്ഡ് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് സാരിയുടെ ഒക്കെ ഒത്തിരി നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസാണ്. അതായത് ഓരോ പീസായാലും ഓരോ സാരി ഓരോ വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ റേറ്റ് വരുന്നത്. സാരിയൊക്കെ എല്ലാം ബിലോ 2000 നല്ല നല്ല കളക്ഷൻ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിഷ്ടം കണ്ട് അല്ലേ, നമ്മൾ ആ ഒരു കോവിഡ് ടൈമിലാണ് ഈ ഓൺലൈനിലൊക്കെ അധികം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആൾക്കാർ പിന്നെയും ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി തുടങ്ങി, നേരിട്ട് കണ്ടൊക്കെ മേടിക്കാൻ അല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഷോപ്പിൽ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനും നമ്മൾ മനസ്സിൽ കാണുന്നതാവും. ചിലപ്പോൾ ഷോപ്പിൽ വരുമ്പോൾ കളർ ഡിഫറൻസ് ഉണ്ടാവേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാതെ കണ്ടില്ലേ. ഞാൻ ഈ ചുരിദാർ ഇട്ടിട്ട് കണ്ട നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന നല്ലൊരു ഷെയ്ഡാണേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ കേട്ടോ. ഒത്തിരി കുറേ ചുരിദാറിൻ്റെ കളക്ഷനും സാരിയുടെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഹാൻഡ് പിക്ഡാണ്. അങ്ങനെ വെറുതെ കാണുന്നത് ഇങ്ങനെ എടുത്ത് വെക്കുന്ന സ്റ്റോക്കല്ല കേട്ടോ. നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഓരോരോ സ്റ്റോക്കുകളാണ്. അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് പോരെ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് പോകാം. സാരി ആണെങ്കിൽ സാരി, ഇപ്പോൾ സാരിയൊക്കെ ട്രെൻഡിങ് ആയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടീനേജ് പ്രായക്കാരൊക്കെ എല്ലാ ഫംഗ്ഷനും സാരികൾ എടുക്കുന്നൊരു ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് പോരെ നമുക്ക് സാരി ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു.